ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, മൊഡ്യൂൾ 4-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു മാർക്കിൻ്റെ സെഷനിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ ഒരു മസ്റ്റ് അല്ലെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഓർഡർ എന്താണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓൾ ക്യൂബ് ഇസ് ഈക്വൽ ടു എക്സ് വൈ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ എന്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഓർഡർ, എന്താണ് ഡിഗ്രി, ഇത് മാറിപ്പോവരുത്. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ നോക്കുക. ഇവിടെ ഡി ക്യൂബ് വൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഡി സ്ക്വയർ വൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും കമ്പയർ ചെയ്യും. സോറി, ഇവിടെ ഡി എക്സ് ക്യൂബാണ് വരുന്നത്. ഓക്കെ, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും കമ്പയർ ചെയ്യുമ്പം ഏതാണ് ഹയസ്റ്റ് ഓർഡർ? അപ്പോൾ ഇവിടെ വൈനെ നമ്മൾ 2 പ്രാവശ്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫറൻസിയേഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെയോ, ഇവിടെ വൈനെ 3 പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ, ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അതാണ് എന്ത് ഓർഡർ 3. ഓക്കെ, ഇനി എന്താണ് ഡിഗ്രി? ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനൊന്നുമില്ലല്ലോ, ഇതിന് സ്ക്വയറോ ക്യൂബോ ഒന്നുമില്ല. അപ്പോൾ ഇതിന്റെ പവർ എന്താ വരിക? 1 ആണ്. ഇവിടെ നോക്കുക, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓൾ ക്യൂബ് ഉണ്ട്, ഇതിന്റെ പവർ 3 ആണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? ഇതാണ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ അതിന്റെ പവർ എന്താ? ഇവിടെ ഒന്നുമില്ല. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് 1. അപ്പോൾ ഇതാണ് എന്ത് ഓർഡർ ആൻഡ് ഡിഗ്രി. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഇക്വേഷൻ, ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഇക്വേഷൻ ആണ്. ഓക്കെ, ഏതാണോ അതിൻ്റെ നമ്പർ. ഇനി എന്താണ് ഡിഗ്രി? പവർ ഓഫ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, അതിൻ്റെ പവർ. അപ്പോൾ ഇതാണ് എന്ത് ഓർഡർ ആൻഡ് ഡിഗ്രി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്ക് ചോദ്യമായിട്ടുണ്ടാവും. അപ്പോൾ ഇതേമായിട്ട് ഓർഡർ ആൻഡ് ഡിഗ്രി കാണുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇതേപോലെ മസ്റ്റായിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, സാധാരണ ചോദിച്ച് കാണൽ 2ാമത്തെ ചോദ്യമാണെന്ത്, സോൾവ് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ചെറിയൊരു ഫംഗ്ഷൻ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സോ അല്ലെങ്കിൽ ഒരു നമ്പർ 2ഓ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വൈ ഉള്ള ആൾക്കാരൊക്കെ ഒരു സൈഡിലേക്കും എക്സ് ഉള്ള ആൾക്കാരൊക്കെ ഒരു സൈഡിലേക്കും കൊണ്ടുപോകാം. അപ്പം dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഇവിടെ dy ഉണ്ടല്ലേ, ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ ഈ ഡി എക്സിനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? dy അവിടെ വെച്ചു ഈക്വൽ ടു എക്സ് അവിടെ ഓൾറെഡി ഉണ്ട്. ഡി എക്സിന് ഇങ്ങോട്ട് പോകുമ്പം അടിയിലുള്ള ഡി എക്സ് ഇൻറ്റു ആവും അല്ലേ, ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ എക്സും വൈയും 2 സൈഡും സെപ്പറേറ്റ് ആയി കിട്ടി. ഓക്കെ, അതിനോട് എന്ത് ചെയ്യാം? 2 സൈഡിലും വെറുതെ ഇൻ്റഗ്രേഷൻ ചെയ്യാം, ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്. കാരണം എന്താ, നമുക്കിവിടെ സോൾവ് dy ബൈ ഡി എക്സ് എന്നുള്ളതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു വൈൻ്റെ വില കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ y എന്താണുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ y ഒറ്റ കിട്ടണമെങ്കിൽ എന്താക്കണം? ഈ dy ബൈ ഡി എക്സിനെ അങ്ങോട്ട് ഒഴിവാക്കണം അല്ലേ. അതിനെന്താ ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടുത്തെ 2 സൈഡും എന്ത് ചെയ്യാൻ പോവാണ്? ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? 2 സൈഡും ഇൻ്റഗ്രേഷൻ ഇട്ട് കൊടുക്കുക. ഇൻ്റഗ്രൽ dy ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇനി എന്താണ് ഇൻ്റഗ്രൽ dy? ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇൻ്റഗ്രൽ 1 ഇൻറ്റു dy ആണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇൻ്റഗ്രൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് എ കോൺസ്റ്റന്റ് കെ. ഇൻ്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറയുന്നത് കെ എക്സ് പ്ലസ് സി ആണ്. സോ ഇവിടുത്തെ കോൺസ്റ്റന്റ് 1 ആണ്. സോ 1 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സ് ഇവിടെ എക്സ് അല്ല വരിക, ഇവിടെ ഇൻ്റഗ്രൽ dy ആണ്. സോ ഇറ്റ് ഈസ് y ഇസ് ഈക്വൽ ടു, ഇനി ഇൻ്റഗ്രൽ എക്സ് എന്ന് പറയുന്നത് എന്താ? ഇൻ്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 1 എന്താ? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ്, ഇതാണ് ആൻസർ വരിക. ഇത്രയാണ് ഒരു മാർക്കിന്റെ ചോദ്യം. ഇതേപോലത്തെ വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോൾ ഇതേ മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചോദിക്കും. വേറൊരു ക്വസ്റ്റ്യൻ ആണ് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ആണ് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും ഒന്ന് ചെയ്ത് പഠിച്ചിട്ട് പോവാ. ഓക്കെ, ഇതേമാതിരത്തെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ഇനി 3 മാർക്കിന് ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫൈൻഡ് ദ ഫോർമുല. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ഏരിയ included between the curve y is equal to f of x x-axis and the ordinates
ആർ എക്സ് ഇസ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു ബി. ഓക്കെ, ഇനി ചോദ്യം എന്താ? ഫൈൻഡ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ കർവ് y is equal to f of x, x ആക്സിസ് ആൻഡ് ഓർഡിനേറ്റ്സ് ആർ എക്സ് ഇസ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു ബി. ഈ ഒരു ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഇത് നമ്മുടെ ഏരിയ അണ്ടർ എ കർവ്, നമ്മളോട് ഇവിടെ ഒരു ഫോർമുല ഫൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാനാണ് പറയുന്നത്. ഫോർ ഫൈൻഡിങ് ദ ഏരിയ അണ്ടർ എ കർവ് അല്ലെ, ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ കർവ് y is equal to f of x. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കേവ്, ഇപ്പോൾ ഇതൊരു കേവാണ് എഫ് ഓഫ് എക്സ്, വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ഈ കേവ്. അപ്പോൾ നിങ്ങളോട് എ മുതൽ ബി വരെ, എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് വിചാരിച്ചോ, ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് വിചാരിച്ചോ, എ മുതൽ ബി വരെ ഇതാ ഈ ഒരു പോർഷന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണെന്നാണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദ്യം. അപ്പം എന്താണ്? ഇന്റഗ്രൽ എ മുതൽ ബി വരെ, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ആൻസർ വരിക. ഓക്കെ, ഇതാണ് ആൻസർ. ജസ്റ്റ് ഈ ഒരു സാധനം മാത്രം എഴുതി വെച്ചാൽ മതി. ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഫോർമുലയാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിൽ സാധാരണ ചോദിക്കുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യമാണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം കൂടെ കണ്ടു. അപ്പോൾ ആ രണ്ടാമത്തെയും ഒന്നാമത്തെയും എന്താ പറയുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ആൻഡ് ഡിഗ്രി കാണുന്ന ക്വസ്റ്റ്യനും അതേപോലെ ഓർഡർ ആൻഡ് ഡിഗ്രി കാണുന്ന ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ ഒരു പാർഷ്യൽ എന്താണ് മറ്റേ സെപ്പറബിൾ മെത്തേഡാണ്, വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണിത്. സെപ്പറേറ്റ് ചെയ്തിട്ട് എക്സിനെ വൈനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഒരു മാർക്കിന് ചോദിക്കാം.